ആമേൻ. ഇന്നത്തെ ചിന്താവിഷയത്തെടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 11:41. അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പീൻ, എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഈ തിരുവചനം ശുശ്രൂഷിക്കാൻ കർത്താവ് സഹായിക്കണം. കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹമായിരിക്കണം. സകല രോഗികളായവർക്ക് വിടുതൽ കൊടുക്കണമേ. ആശ്വാസമില്ലാത്തവർക്കെല്ലാം ആശ്വാസം കൊടുക്കണം. സമാധാനമില്ലാത്തവർ സമാധാനം കൊടുക്കണമേ. നാവിനോട് ക്രിയ ചെയ്യുന്ന സകലം കർത്താവിൻ്റെ കരം താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സദയം കേൾക്കണം. സകലവും മാനവും മഹത്വവും കർത്താവിന് തന്നെ ആയിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പിൻ, എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിനായി ഞാൻ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഏറ്റ കഷ്ടങ്ങളെല്ലാം എനിക്ക് വേണ്ടി ആണ് എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ക്രൂശിന്റെ മറവിൽ സാക്ഷ്യത്തിന് വരുമ്പോൾ കർത്തൃ ഭയം യഹോവ ഭയവും എന്നിൽ ജനിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം. അപ്പോഴാ ഹാലിൽ എന്നെ തന്നെ ഭിക്ഷയായി കൊടുക്കുന്നത് കർത്താവിൻ്റെ കരം. ഇന്ന് നോക്കി ഈ ഭിക്ഷയായി കൊടുക്കാത്ത തലമുറകളാ കഞ്ചാവ്, മദ്യം, ദൈവഹിതത്തിന് വിപരീത കാര്യാദികൾക്ക് ഇടപെട്ടിരിക്കുന്നത്. ഇന്ന് അതിനെ നിയന്ത്രിക്കുവാൻ ഇന്നത്തെ അധികാരികളിൽ ഇറങ്ങിയിരിക്കുന്നു. എങ്കിലും അത് ചെറിയൊരു വിജയമേ ഉണ്ടാക്കുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ നിലവുകൾ, ചിന്തകൾ, ഇടപെടൽ, പ്രവൃത്തികൾ കർത്താവിന് ഭിക്ഷയായി കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ അകൃത്യങ്ങളെല്ലാം വഹിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. പിന്നെ അകൃത്യം ചെയ്യുന്നത് പിശാച്. അവന് നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ എന്നെ തന്നെ കൊടുക്കുമ്പോൾ എന്നിൽ സമാധാനം ഉണ്ടാക്കുന്ന കർത്താവിൻ്റെ ആത്മാവുണ്ട്. ക്രൂശിന്റെ മറവിൽ ഞാൻ സാക്ഷ്യത്തിനായി വരുമ്പോൾ എൻ്റെ കൈകാലുകളിൽ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോൾ, എൻ്റെ തല എനിക്ക് വേണ്ടി മുൾമുടി ചൂടി എന്ന് വിശ്വസിക്കുമ്പോൾ, എൻ്റെ കൈകാലുകൾ ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോൾ, കാലുകൾ ക്രൂശിക്കപ്പെട്ടു എന്ന് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നു വിശ്വസിക്കുമ്പോൾ, ദൈവഹിതത്തിന് വിപരീതമായുള്ള പ്രവൃത്തികൾ എൻ്റെ കൈകാലുകൾ, എൻ്റെ ബുദ്ധികൾ, എൻ്റെ കൈകാലുകൾ ചലിക്കുകയില്ല. ഇന്ന് നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം. ഇന്നത്തെ മത്യാസക്തി ജനത്തിൻ്റെ ഹൃദയങ്ങളിലെ കുഞ്ഞുകുട്ടികളിൽ പോലും വളർന്നു വന്നത് മാതാപിതാക്കൾ നല്ലൊരു സാക്ഷ്യം കൊടുക്കാത്തതുകൊണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ മാതാപിതാക്കൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് ഈ മാതാപിതാക്കൾ ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ തന്നെ കൊടുത്ത് കഴിയുന്നുവെങ്കിൽ അവിടെ സന്താനങ്ങളെല്ലാം നന്നായി ഇരിക്കും. ആവർത്തനം ഹല്ലേലൂയ സ്തോത്രം 6-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 5, 6, 7, 8 വാക്യങ്ങൾ എടുക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. ആമേൻ. നമ്മുടെ കണ്ണുകൾക്ക് പട്ടമായി ഇരിക്കുമ്പോൾ, നമ്മളെ സന്താനത്തിന് കേട്ട വചനങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി അവർ പ്രലോഭനപ്പെട്ടു പോകാതെ പ്രാർത്ഥിച്ച് ആ പൈതങ്ങളെ ശക്തിപ്പെടുത്തുമ്പോൾ നമ്മൾക്ക് മാതാപിതാക്കൾ പട്ടമായി ഈ ദൈവത്തിന്റെ വചനം ആയി തീരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഈ കുഞ്ഞു പൈതങ്ങൾ ഇതിന്റെ കീഴിലായിരിക്കുന്നത്, ഇവരുടെ ഈ തലയിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കയറും. ഇനി ഈ കുഞ്ഞു പൈതങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്പോഞ്ചായിട്ട് നമുക്ക് കാണാം.
ഇന്ന് ഈ ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ള ഈ കാര്യാദികൾ കയറുന്ന കുഞ്ഞു പൈതങ്ങൾ കയറുന്ന ഈ കുഞ്ഞു പൈതലാക്കുന്ന സ്പോഞ്ചിൽ കയറുന്നത് അതിനു വേണ്ടി കരുതുന്നവരില്ല, പ്രാർത്ഥിക്കുന്നവരില്ല. അങ്ങനെയാ ദൈവഹിതത്തിന് വിപരീത കാര്യാദികൾ കുഞ്ഞു പൈതലിൽ കയറുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. മാതാപിതാക്കൾക്ക് കർത്താവിന്റെ വചനങ്ങൾ എല്ലാം എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട്, എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, എനിക്ക് വേണ്ടി ഉയർത്തെണീറ്റു എന്ന് പട്ടമായി ഇരിക്കുമ്പോൾ അത് പൈതങ്ങളിലെ ഹല്ലേലൂയ, അത് ഹല്ലേലൂയ, അവരിൽ ഇത് ഹല്ലേലൂയ കർത്താവ് മുൻസ്ഥാനം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരെ മദ്യപിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവരിൽ ഹല്ലേലൂയ അനാവശ്യമായ ലഹരി മരുന്നുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം മാതാപിതാക്കളുടെ അവർ ഈ കേട്ട വചനങ്ങൾ പട്ടമായി പറക്കുമ്പോൾ, കർത്താവിൻ്റെ വരവുകൾ പോകപ്പെടാൻ ഇവർ ഒരുങ്ങിയിരിക്കുമ്പോൾ ഇവരുടെ സന്താനങ്ങൾ എല്ലാം ഇത് കണ്ടു പഠിക്കപ്പെടും. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിൽ വേറൊരു സ്ഥാനമില്ല. പിന്നെ ഈ കർത്താവിൻ്റെ അവർ ഈ മാതാപിതാക്കൾ ഈ കേൾക്കുന്ന വചനം പട്ടമായി പറക്കുമ്പോൾ ഈ കേൾക്കുന്ന സാക്ഷ്യം എല്ലാം പൈതങ്ങൾക്ക് ഹല്ലേലൂയ ചെറിയ രീതിയിൽ പട്ടമായി തീരും. ഇനി ഈ കുഞ്ഞു പൈതങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ക്രമമായി തീരുകയാണെങ്കിൽ അവരെല്ലാം ഹല്ലേലൂയ ഈ കർത്താവിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കും. ഈ മാതാപിതാക്കൾ പട്ടമായി തീരുമ്പോൾ, തിരുവചനം പട്ടമായി തീരുമ്പോൾ അവർ കർത്താവിന്റെ വരമ്പിൽ പോകപ്പെടുവാൻ യോഗ്യമായി തീരും. അതുപോലെ തന്നെ ആ യോഗ്യത ഈ കുഞ്ഞു പൈതങ്ങൾക്കും ആയിത്തീരും. അപ്പോൾ അകത്തുള്ളത് പിഷയായി കൊടുക്കുന്ന ഒരു ക്രമം. ഹല്ലേലൂയ. അതായത് ക്രൂശിന്റെ മറവിൽ ഞാൻ സാക്ഷ്യത്തിനായി വരുമ്പോൾ എനിക്ക് വേണ്ടിയാ കർത്താവ് കഷ്ടപ്പെട്ടത്, എനിക്ക് വേണ്ടിയാ ഹല്ലേലൂയ 39 ദണ്ഡനങ്ങൾ എനിക്ക് വേണ്ടിയാ ഹല്ലേലൂയ സ്തോത്രം. ഈ ഹല്ലേലൂയ അവസാന തുള്ളി രക്തവും ഹല്ലേലൂയ ജലവും ഒഴുകിയത് എനിക്ക് വേണ്ടിയാ. കൈകാലിൽ ക്രൂശിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാ. തലയിൽ മുൾമുടിച്ചൂടി എനിക്ക് വേണ്ടിയാ. കാലുകളിൽ ക്രൂശിക്കപ്പെട്ടത് ദൈവഹിതത്തിന് വിപരീതമായി കർത്താവിന്റെ രക്ഷ ക്രൂശിന്റെ മേൽ സാക്ഷ്യത്തിനായി വരുമ്പോൾ ദൈവഹിതത്തിന് വിപരീതമായി എല്ലാ പൈശാചന്ദ്രങ്ങളും ക്രൂശിക്കപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ പൈതങ്ങളെടുത്ത് പിന്നെ ഉപദേശിക്കേണ്ട കാര്യം ഇല്ല. ഹല്ലേലൂയ. ഇനി ഇന്നും നടക്കുന്ന കാര്യം, മാതാപിതാക്കൾ ഈ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു അവർ ഒരു നല്ല സാക്ഷ്യം കൊടുക്കുക, കർത്താവിൻ്റെ വരവുകൾ പോകപ്പെടുവാൻ ഈ മാതാപിതാക്കൾ ഒരുങ്ങിയിരിക്കുന്നുവെങ്കിൽ ഈ പൈതങ്ങളും അതുപോലെ തന്നെ യഹോ ഭയം കൊണ്ടും കർത്തൃ ഭയം കൊണ്ട് ഇവരെ ഉള്ളിൽ നിറയും. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ചെയ്യുന്ന ഈ മദ്യം കഴിക്കരുത് എന്ന് പറയുന്നതിനെ കാട്ടിലും മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങൾക്കൊരു സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഹല്ലേലൂയ ക്രൂശിന്റെ മറവിൽ മാതാപിതാ സാക്ഷ്യത്തിന് വന്നു കഴിഞ്ഞാൽ കർത്തൃഭയോ ജ്വലിച്ചു നിൽക്കുമ്പോൾ മാതാപിതാക്കൾ തൻ്റെ അകത്തുള്ളത് പിഷയായി കർത്താവിന് കൊടുത്തു. കർത്താവ് അതിനു വേണ്ടിയാ അവൻ വന്നത്. തന്നെ കർത്താവിൽ ഏൽപ്പിക്കുക, കർത്താവിൽ വളർത്തുന്നതിന് വേണ്ടിയാ വന്നത്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാ കർത്താവ് വന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തിൽ കർത്താവിൻ്റെ സാക്ഷിയായി തീരുന്നു എങ്കിൽ നമ്മുടെ കുഞ്ഞു പൈതങ്ങൾ മധ്യാസത്തിൽ വീണു പോകില്ല. അവർ ദൈവഹിതത്തിന് വിവിധ കൂട്ടുകെട്ടുകൾ വീണു പോകില്ല. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കുഞ്ഞു പൈതങ്ങൾ, പിതാവ് ബന്ധം കുഞ്ഞു പൈതങ്ങൾ ഒരു സ്വർഗതുല്യമായ ഒരു ക്രമമാണ്. സ്വർഗം കർത്താവ് കൂടെ വസിക്കുന്നുവെങ്കിൽ അവിടെ സ്വർഗം. ഈ തിരുവചനത്താൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് കേൾക്കുന്നവർക്കെല്ലാം ആശ്വാസകരമായി തീരാൻ സഹായിക്കണമേ. കൃപയാൽ തന്നെ കർത്താവെ ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം കൊടുക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കൃപയുടെ മറവിൽ ജനത്തെ പ്രതിസന്ധം കർത്താവിൻ്റെ താഴ്ത്തി പുലർത്തിക്കുമ്പോൾ അടിയൻ്റെ യാചന സകലമാനവും മഹത്വം കർത്താവിന് തന്നെയായിരിക്കും.